നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധായ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധായ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായ സ്തുതികൾ നാം എല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കും. ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ളവരോ നമ്മുടെ ഇപ്രകാരം അവിടുന്ന് ചെയ്തു. ചോദിച്ചു, കർത്താവിനോട് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഈശോ ചെയ്തു. 7 നല്ല 70 പ്രാവശ്യം ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർപ്പാൻ ആഗ്രഹിച്ച രാജാവ് സദൃശ്യം. കണക്ക് തീർപ്പാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനെ ഒന്ന് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിട്ട് കടം വീട്ടുവാൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം വന്ന് വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം വിളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദിനാറ് നൽകാനുണ്ടായിരുന്ന തന്റെ സഹസേവന്മാരൊരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ചേരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലടച്ചു. സംഭവിച്ചതറിഞ്ഞ മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കരുണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ അടച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നവരെയും അവനെ കാരാഗ്രഹാധികർക്ക് കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. ശരിയോ?